നീ കല്യാണത്തിന്റെ അന്നല്ലേ മൈലാഞ്ചി ഇട്ട, പിന്നെ ഇട്ടിട്ടുണ്ടോ? രാത്രി ഭർത്താവിന്റെ അടുക്ക പോകുമ്പോ സുറുമ ഇട്ടുകൊണ്ട് പോണ എത്ര പെണ്ണുങ്ങളുണ്ട്. ഉസ്താദെ, എന്റെ പെട്ടിയവന് എന്റെ ഭർത്താവിന് അയൽവാസിയായ പെണ്ണുമ്പിള്ളയായിട്ട് ഭയങ്കര കമ്പനിയാ ഉസ്താദെ. ആയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. നിന്റെ ഭർത്താക്കന്മാർക്ക് അടുത്തവന്റെ പെണ്ണുമ്പിള്ളയുമായിട്ട് ബന്ധം ഉണ്ടാകാനുള്ള കാരണം നീ തന്നെയല്ലേ? നീ നേരെ ജുബ ഒരുങ്ങിക്കെട്ടി പോയിരുന്നെങ്കിൽ വല്ലവന്റെ പെണ്ണുമ്പിള്ളയുടെ പുറകെ നിന്റെ ഭർത്താവ് പോവോ? നീ നേരെ ജപ ഒരുങ്ങിക്കെട്ടി പോകേണ്ടതുപോലെ പോയിരുന്നെങ്കിൽ ഓരോ ദിവസവും കുളിച്ചൊരുങ്ങി മനോഹരമായ വസ്ത്രം ധരിച്ച് നിന്റെ ഭർത്താവിന് നിന്നെ കാണുമ്പോ കൊതി തോന്നുന്ന രീതിയിൽ നീ പോയിരുന്നെങ്കിൽ വല്ലവന്റെ പെണ്ണുമ്പിള്ളയുടെ പുറകെ നിന്റെ ഭാര്യ ഭർത്താവ് പോകില്ല. നീ അങ്ങനെ പോകില്ലല്ലോ. നീ കല്യാണ വീട്ടിൽ പോകുമ്പോ നിന്റെ ഒടുക്കത്തെ ഒരുക്കൊരുങ്ങി പോകും. അവിടെ നാട്ടുകാരെ കാണിക്കാൻ എഴുന്നള്ളത്തിന് പോകുന്ന ആന പോലെ കെട്ടിയവന്റെ മുന്നിൽ പോകുമ്പോ അടുക്കളയിൽ ഇട്ടിരുന്ന വസ്ത്രം ധരിച്ചിട്ട് പോകും. പിന്നെ ഓടിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്ക അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് പറയുന്ന, നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിക്ക് പോകും. ഇതാരോടാ പറയുന്നത്? 50 കഴിഞ്ഞ 45 വയസ്സ് കഴിഞ്ഞ ഭർത്താവ് ഒരു റൂമി, ഭാര്യ ഒരു റൂമി, ഇങ്ങനെ കിടക്കാം. ഈ സദസ്യരിക്കട വാപ്പമാരും ഉമ്മമാരും സ്വന്തം വീട്ടിലെ നിങ്ങൾ രണ്ടുപേരും പ്രായമായ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടക്കണ എത്ര കുടുംബമുള്ള കിടക്കൂല. കാരണം എന്തേ? കടന്നിട്ട് പ്രയോജനം ഇല്ല. വാപ്പ, നീ പെണ്ണ് കെട്ടിയത് സെക്സിന് വേണ്ടിയാ? നീ വികാരം തീർക്കാൻ വേണ്ടിയാ പെണ്ണ് കെട്ടിയേ? അല്ലാഹുവേ പടച്ചവനെ, ഭാര്യയും ഭർത്താവ് ഒരു മോഡലാ. 45 കഴിഞ്ഞ 2 റൂമി, പാപ്പ അവിടെ, ഉമ്മ ഇവിടെ. ആയിഷ വാടി കൂടെ കിടക്കാം. അല്ലോ, മക്കളൊക്കെ നിൽക്കുന്നില്ലേ? അതാ ഭർത്താവ് ഭാര്യ വിളിക്കണം, വാ നമുക്ക് ഒരുമിച്ച് കിടക്കാം. മക്കളൊക്കെ ഇല്ല. മക്കൾ നിൽക്കുന്നെന്ത്? അവർക്ക് സൂഹിക്കുന്നതിന് കുഴപ്പമില്ല. നിന്നെ കെട്ടിയത് മക്കളല്ല, നിന്റെ ഭർത്താവാ. ആ മനുഷ്യന്റെ കൂടെ മരിക്കണ കാലം വരെ താങ്ങും തണലുമായി നിൽക്കാനാ നിന്നെ വിവാഹം കഴിച്ച്. നീ അടുത്ത റൂമിൽ പോയി കിടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് ചിന്തിക്കണം, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കണം. വാപ്പ മരിക്കണ കാലം വരെ, മരിക്കുന്ന കാലം വരെ ഒരുമിച്ച് തന്നെ കിടക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്ത് നിങ്ങൾ അടിക്കരുത്, നിങ്ങൾ അവളെ ചീത്ത വിളിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മൂന്നാമത്തെ കടമ എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള മൂന്നാമത്തെ കടമ എന്തെന്നറിയോ? നിന്റെ ഭാര്യ നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല, അടിമപ്പെണ്ണല്ല, ചെറുപ്പക്കാരാ. നിന്റെ ഭാര്യ വീടിന്റെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നവനല്ലോ. യന്ത്രങ്ങളെ കറങ്ങുന്നത് പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന്റെ കത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നവനല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഭർത്താക്കന്മാര് നിന്റെ ഭാര്യയെ സഹായിക്കട്. അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഭാര്യയുണ്ടല്ലോ, സമയം കിട്ടുമ്പോ നീ അവളെ സഹായിക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഭർത്താക്കന്മാര് അടുക്കളയിൽ കയറുന്നത് കുറച്ചലാണെന്ന് കരുതല്ലോ. ആരാ പറഞ്ഞു തന്നത്? അടുക്കളയിൽ കയറിയാ നിന്റെ അഭിമാനം ഇടിയുമെന്ന് ആരാ പറഞ്ഞു തന്നത്? മോനെ, ഒരിക്കലും നിന്റെ അഭിമാനം ഇടിയുകയില്ല. ഭാര്യയുടെ ഹൃദയത്തിന്റെ അകത്ത് നിന്നെ കുറിച്ച് വല്ലാത്ത മതിപ്പാടാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ, പ്രവാചകൻ തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ തന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാ. കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിഷ ബീബി അങ്ങ് ഉറങ്ങിപ്പോയി. പ്രവാചകൻ വീടിന്റെ അകത്ത് വിശന്നുകൊണ്ട് ഓടി വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയുവോ? ആയിഷ ബീവി ഇരുന്ന് ഉറങ്ങുകയാണ്. ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. പ്രവാചകൻ എന്തേ ചെയ്തതെന്നറിയുവോ? ഉറങ്ങുന്ന ആയിഷ ബീവിയെ ഉണർത്തിയില്ല. മിണ്ടാതെ ചെന്നിട്ട് മാവിന്റെ പാത്രം അങ്ങെടുക്കുകയാ. അടുത്ത് ചെന്നിട്ട് അതാ മാവിന്റെ പാത്രം അങ്ങെടുക്കുകയാണ്. കൊണ്ടുപോയിട്ട് പ്രവാചകന് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അവസാനം ഉറങ്ങുന്ന ഭാര്യയുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് പ്രവാചകൻ ഇങ്ങനെ കാത്തിരിക്കുകയാ. പക്ഷേ ആയിഷ ബീവി ഉണരുന്നില്ല. അവസാനം അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു, ആയിഷ എഴുന്നേക്ക്, ആയിഷ ഭക്ഷണം കഴിക്കുക, ആയിഷ. യാ റസൂലല്ലാഹ്, എന്തേ നബിയെ എന്നെ വിളിക്കാഞ്ഞത്? ഞാൻ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നത് നീയല്ലേ, ഇന്ന് ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി ആയിഷ.
ചെറുപ്പക്കാരാ, റസൂലുള്ളാഹിനെ കുറിച്ച് ആയിഷ ബീബി പറഞ്ഞത് എന്തെന്നറിയുമോ? എന്റെ ഭർത്താവുണ്ടല്ലോ, ഒട്ടകത്തിന് പുല്ലറുത്ത് കൊടുക്കുമായിരുന്നു, ആടിന്റെ പാല് കറക്കുമായിരുന്നു, എനിക്ക് ഭക്ഷണം വെച്ച് തരുമായിരുന്നു, എന്റെ വീടിന്റെ അകം തൂക്കുമായിരുന്നു, എന്റെ വസ്ത്രം കഴുകുമായിരുന്നു. അല്ലാഹുവേ, എന്റെ വീട്ടിലെ ജോലി മുഴുവനും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ, ചെറുപ്പക്കാരാ, ഭാര്യ കുത്തുവാക്ക് പറയുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, നിനക്ക് ഇതിനകത്ത് എന്ത് ജോലിയാടി എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. ചെറുപ്പക്കാരാ, കണ്ണുള്ളപ്പോൾ അതിന്റെ വേദന നിനക്കറിയില്ലോ. നിന്റെ ഭാര്യ ഇല്ലാതെ വരുമ്പോ അവളൊന്ന് കിടന്നു പോകുമ്പോഴേ നിനക്കതിന്റെ പ്രയാസമാകൂ. പടച്ചവനേ, നിന്നെ കൊണ്ട് കഴിയുമോ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്ന മക്കളെ വിളിച്ചുണർത്തി മദ്രസയിലേക്ക് പറഞ്ഞു വിടാൻ, തിരിച്ചു വരുമ്പോ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും എടുത്തിട്ട് ഉച്ചയ്ക്ക് തിന്നാനുള്ള ഭക്ഷണവും തയ്യാറാക്കിയിട്ട് അവരെ കുളിപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിടാറ്, എന്നിട്ട് സ്വന്തമായിട്ട് കാപ്പി ഉണ്ടാക്കി കഴിക്കോ. ഉച്ചയ്ക്ക് നിന്റെ കൂടപ്പിറപ്പുകൾക്കും വീട്ടുകാർക്കും ഭക്ഷണം ഉണ്ടാക്കോ. ഒരു ദിവസം ഒന്ന് ചെയ്തു നോക്ക് ചെറുപ്പക്കാരാ. ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് സമ്മതിക്കുമടാ പൊന്നുമോര്. പടച്ചവനെ, എനിക്കും നിങ്ങൾക്കും ഒരു തലവേദന വന്നോ? നമ്മൾ 4 പേരോട് പറയുമല്ലോ, പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, എന്ത് വേദനയാണെങ്കിലും പരാതിയില്ല. ചായ വേണമെന്ന് പറഞ്ഞാൽ പടച്ചവനെ വേദനകൾ മുഴുവനും കടിച്ചമർത്തിയിട്ട് അടുക്കളയിൽ കിടന്നു ചെന്നിട്ട് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ. ചെറുപ്പക്കാരാ, അവളെ വേദനിപ്പിക്കല്ലേ പൊന്നുമോന്. റസൂലുള്ള പറയുന്ന സ്വഹാബാ, അവള് ഭക്ഷണം വെക്കുമ്പോ അവളെ സഹായിക്കലൊരു ഭർത്താവിന്റെ കടമയാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ സമയം കിട്ടുമ്പോ ഒന്ന് അടുക്കളയിൽ കയറിയിട്ട് മോനെ ഒന്ന് പച്ചക്കറി അരിഞ്ഞു കൊടുക്കാൻ, ഒന്ന് അരി കഴുകി കൊടുക്കാൻ, അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകി കൊടുക്കാൻ, ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും ആ അടുക്കളയിൽ പോയിരുന്നിട്ട് ഭാര്യയോട് ഒരു 5 മിനിറ്റ് തമാശയെങ്കിലും പറഞ്ഞ് അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നീ സമയം കണ്ടെത്തണം. അത് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെയാണ് കുടുംബ ജീവിതത്തിലെ സന്തോഷവും ആനന്ദവും സമാധാനവും എല്ലാം ഉണ്ടാകുന്നത്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തന്നു, 3 ഭർത്താക്കന്മാര് ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ലാ സലാസത്തുൻ സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നതി അബദാ. ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാത്ത 3 വിഭാഗം ആൾക്കാരെ കുറിച്ചു, 3 വിഭാഗം ഭർത്താക്കന്മാരെ കുറിച്ചു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാരിൽ 3 പേര് ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. എഴുന്നേക്ക് നബി മുഹമ്മദ് മുസ്തഫ. എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. എഴുന്നേക്ക്. ബിസ്മില്ലാ. ഈ 3 ഭർത്താക്കന്മാർ ആരാ? പറ 3 സ്വലാത്ത്. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ എഴുന്നേക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 ഭർത്താക്കന്മാർ ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്ക അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്ന ഒന്ന്, ബക്കറ്റ് എടുക്കാൻ സമയമായോ? ബക്കറ്റ് എടുക്കൽ. അൽഹംദുലില്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു.
സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിൽ കടന്നു വരേണ്ടത് പ്രവാചകന്റെ ഒരു ഹദീസ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നിന്റെ മനസ്സിലേക്ക് കടന്നു വരണം. ആ ഹദീസ് നിന്റെ മനസ്സിലേക്ക് കടന്നു വരണം. എന്താ പ്രവാചകൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും കള്ളം പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? അസ്സദഖത്തു റദ്ദുൽ ബലാ, വിപത്തുകളെ സദഖ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ബക്കറ്റുമായ സംഘാടകർ മുന്നിലേക്ക് കടന്നു വരികയാ. എഴുന്നേറ്റ് ഓടേണ്ടവർക്ക് എഴുന്നേറ്റ് ഓടാ, ഉറക്കം നടിക്കുന്നവർക്ക് ഉറക്കം നടിക്കാ, തലതാഴ്ത്തി നിൽക്കുന്നവർക്ക് തലതാഴ്ത്തി നിൽക്കാ. പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുത്താ, വാപ്പാ ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗത്തിനെ കുറിച്ച് നിനക്കറിയുമല്ലോ. അല്ലാഹുവേ, ഇന്നിവിടേക്ക് വഅദിന് വരുമ്പോഴും കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന പടച്ചവനെ ഒരു പിതാവിനെ കണ്ടിട്ടാണ് കടന്നു വരുന്നത്. ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗമുണ്ടല്ലോ. അല്ലാഹുവേ, തന്റെ ശരീരം മുഴുവനും അല്ലാഹുവേ പടർന്ന് പന്തരിച്ചിരിക്കുകയാ. പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, ഒരേ ഒരു കിടപ്പാട് ഒന്ന് വളയുക പോലും ചെയ്യുന്നില്ല. പടച്ചവനെ, 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ആ പിതാവിനെ കാണാൻ പോയി. ആ സമയത്തും എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ, പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ പിടിച്ചു ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ മനുഷ്യരാ. അല്ലാഹുവേ, പച്ചവെള്ളം പോലും ഇറക്കാൻ കഴിയാതെ എപ്പോഴാണെന്നറിയില്ല മരണം ഇങ്ങനെ പടച്ചവനെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ മക്കളും തന്റെ പിതാവിന്റെ അവസ്ഥ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ട് വന്നതാ. മോനെ, അറിഞ്ഞില്ലടാ പൊന്നുമോര്, പടച്ചവനെ നിനക്കറിയുമോ, അങ്ങനെ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുമോ? സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങള്, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന രോഗികളെ കാണുന്നവരാ. പടച്ചവനെ, കിഡ്നി തകരുന്ന രോഗം ഇന്ന് വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുകയാ. പടച്ചവനെ, ഡയാലിസിസ് ചെയ്യുന്ന എത്രയോ രോഗികളെ കാണുന്നവരാ. എന്തേ പെങ്ങളെ ചിന്തിക്കാത്തത്? എന്തേ പെങ്ങളെ ചിന്തിക്കാത്തത്? ഇന്ന് നല്ല കാര്യങ്ങൾക്ക് ചോദിച്ചാ കൊടുക്കാൻ നിന്റെ കയ്യിലില്ലല്ലോ. അവസാനം കിഡ്നി തകർന്നിട്ട് വീടിന്റെ അകത്ത് കിടക്കുമ്പോ 30-40 ലക്ഷം രൂപ കൊടുത്തിട്ട് എനിക്ക് ആരെങ്കിലും കിഡ്നി തരുമോ എന്ന് തെണ്ടുന്നവരെ കാണുന്നവരാ. നല്ല കാര്യങ്ങൾക്ക് ചോദിച്ചാ കൊടുക്കൂല. അവസാനം തകർന്നു കിടക്കുമ്പോ 25 ലക്ഷം തരാ, 30 ലക്ഷം തരാ, ആരെങ്കിലും എനിക്ക് ഒരു കിഡ്നി തരുമോ എന്ന് യാചിക്കുന്നവരെ കാണുന്നവരാ. അല്ലാഹു അങ്ങനെ ഒരു ഗതി നിനക്ക് തരൂല. 25-30 കൊടുക്കണ്ട. നിന്റെ കയ്യിലുള്ളതിൽ പടച്ച റബ്ബ് തന്നതിൽ നിന്ന് ഒരൽപ്പം കൊടുത്താ അസ്സദഖത്തു റദ്ദുൽ ബലാ. അങ്ങനെ ഒരു ഗതി അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, കരുണക്കടലായ അല്ലാഹ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാ തമ്പുരാറ്. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവർ, ഒരു നേരം മരുന്ന് വാങ്ങാനില്ലാത്തവർ, കേറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്ത പാവപ്പെട്ടവരുടെ കണ്ണുനീരപ്പുന്ന മക്കളാല്ലോ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു. ഇവരെ നീ കൈവിടല്ലേ അല്ലാ, ഇവരെ നീ കൈവിടല്ലേ അല്ലാ. ഇവരുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞിട്ടൊരു സദഖ കൊടുക്ക്. ഇത് കൊടുത്താ നിനക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അല്ലാഹ് മാറ്റിത്തരും. ഇനി ചിലപ്പോ നീ ഒരു 10 ഇട്ടാ നിന്റെ രോഗം മാറും, ഒരു 50 രൂപ ഇട്ടാ നിന്റെ രോഗം മാറും. പക്ഷെ ഇടൂല, നീ കൈകെട്ടിയിരിക്കും. കിഡ്നി തകർന്നെന്ന് പറയുമ്പോ മാറ്റിവെക്ക 25 എങ്കിൽ 25, വീട് വിറ്റിട്ടാണെങ്കിൽ നീ അതിന് തയ്യാറാകും. നിനക്ക് അല്ലാഹു അങ്ങനെ ഒരു ഗതി തരൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നു, പടച്ചവൻ ഇവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഐശ്വര്യവും നീ നൽകിയതിൽ മുഴുവനിലും ബർക്കത്ത് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാല് കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ഒരു കാലത്തും അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റാൽ അള്ളാഹു ഒരു കാലത്തും അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന് സുബഹിക്ക് തന്നെ എഴുന്നേക്കണില്ല ഉസ്താദെ, പിന്നല്ലേ സുബഹിക്ക് മുമ്പ്? സുബഹിക്ക് എഴുന്നേക്കുന്നവനല്ലേ ഇതൊക്കെ? ആരെങ്കിലും സുബഹിക്ക് അസ്സലാത്തു ഖൈറും മിനന്നൗം, അള്ളാന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിത്യമായി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരു കാലത്തും നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. ഒക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് അള്ളാന്റെ ശാപം വാങ്ങി നീ നശിച്ചു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ മുന്നിൽ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് സലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവന് ശാപം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സുബഹിക്ക് മുമ്പേ എഴുന്നേക്കണം. എഴുന്നേറ്റ എന്താ? തഹജ്ജുദ് നിസ്കരിക്കുക. അൽഹംദുലില്ലാ, സുബഹിക്ക് മുമ്പേ എഴുന്നേക്കുക. രണ്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ, വഖ്തെത്തുന്നതിന് മുമ്പേ wuduവെടുക്കുക. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ wuduവെടുക്കുക എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് wuduവെടുത്തു. ആരെങ്കിലും വഖ്തെത്തുന്നതിന് മുമ്പ് നിത്യമായിട്ട് wuduവെടുക്കുന്നവനുണ്ടെങ്കിൽ അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, wuduവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ wuduവെടുത്തു. എന്നിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് കയറിയാൽ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായിൽ കയറിയിരുന്ന അള്ളാഹു ഒരു കാലത്തും നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം, wuduവെടുത്തിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് കയറൂലല്ലോ. ഇക്കാമത്ത് കൊടുത്താൽ കയറൂലല്ലോ. പള്ളിക്കകത്ത് ഇക്കാമത്ത് കൊടുത്ത് ഇമാമ കൈകെട്ടിയാലും പുറത്തുനിന്ന് ചർച്ചയാ. അങ്ങനത്തെ കാലഘട്ടമാണ്. പെങ്ങളെ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ, സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, wuduവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നീ മുസല്ലയിൽ കയറിയിരിക്കുക. അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ കാര്യം, വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. വിത്തർ നമസ്കാരത്തിന് ശേഷം പിന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കിയാൽ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതെങ്ങനെ? ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടല്ലേ പച്ചയിറച്ചി റോഡിൽ നിന്നിട്ട്, പള്ളിയുടെ മുന്നിൽ നിന്നിട്ട്, എടാ വീട്ടിൽ പോകുന്നതിന് മുമ്പേ അന്ന് കിട്ടിയ ചെയ്ത അമല് മുഴുവനും നാട്ടുകാർക്ക് കൊടുത്തിട്ടേ പോകത്തുള്ളൂ. അപ്പോഴല്ലേ വീടിന്റെ അകത്ത് കയറി ഭക്ഷണവും കഴിച്ച് കയറി ഇരുന്നിട്ട് ടവർ കത്തിക്കുന്നത് മൊബൈലിലൂടെ? അള്ളാഹു അല്ലേ, അപ്പോഴല്ലേ കാമുകനെ വിളിക്കുന്ന സമയം? അപ്പോഴല്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എനിക്ക് ദാരിദ്ര്യം വരും പെങ്ങളെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക. അള്ളാഹു നിനക്ക് ബർക്കത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, അള്ളാഹു ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിനക്ക് ഞാൻ രണ്ട് പെണ്ണുങ്ങളെ പറഞ്ഞു തരാ. രണ്ട് പെണ്ണുങ്ങളെ പഠിക്കാറ് സീരിയൽ നടിമാരെ പോലെയല്ല, നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന രണ്ട് പെണ്ണുങ്ങളെ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. നീ എങ്ങനെയാകണേ പൊന്നുമോള്, നീ എങ്ങനെയാകണേ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് പടന്നയിലെ പെണ്ണുങ്ങൾക്ക് കണ്ടുപഠിക്കാൻ ഒരു പെണ്ണിനെ പറഞ്ഞു തരുന്നു. നിന്റെ
നിന്നെ കൊണ്ട് കഴിയുമോ പൊന്നുമോള്? ആകാശദൂത കണ്ടാ കരയുമെന്നെല്ലാവർക്കും അറിയാം. കരയാതെ ഏതെങ്കിലും ഒരു മനുഷ്യനാ സിനിമ കണ്ടു തീർത്താൽ അവന് സമ്മാനം കൊടുക്കുമെന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, ഞാൻ പറയുന്ന ഈ പെണ്ണിന്റെ ചരിത്രം നിന്റെ കണ്ണ് നിറയാതെ നിനക്കൊന്ന് വായിക്കാൻ കഴിയുമോ? ഒരു ഭാര്യ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ആ ഭാര്യയുടെ ചരിത്രം പഠനയിലെ ഏതെങ്കിലും ഒരു പെണ്ണിന് കണ്ണ് നിറയാതെ മനസ്സ് വേദനിക്കാതെ ആ പെണ്ണിന്റെ ചരിത്രം ഒന്ന് വായിച്ചു തീർക്കാൻ കഴിയുമോ? ഏത് പെണ്ണെന്നറിയുമോ? ഭർത്താവിനെ വല്ലാതെ സ്നേഹിച്ച പെണ്ണാ, ഭർത്താവിനെ വല്ലാതെ ഹിദ്മത്ത് ചെയ്ത പെണ്ണാ. എന്ന് ഭർത്താവ് രോഗിയായി കഴിഞ്ഞ ഭർത്താവിനെ കളഞ്ഞിട്ട് കണ്ടവന്റെ കണ്ടവന്റെ കൂടെ നാട് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ. ഭർത്താവിനെ തിരിഞ്ഞു നോക്കാത്ത പെണ്ണുങ്ങളുടെ കാലവാ. ഭർത്താവിനെ കുത്തുവാക്കും പരിഹാസവും പറയുന്ന പെണ്ണുങ്ങളുടെ കാലവാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ വായിച്ചു നോക്കണ്ട ചരിത്രം ആരുടെ ചരിത്രമെന്നറിയോ? മഹ്ദി റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ. റഹ്മത്ത് ബീബി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. അല്ലാഹുവേ, ആരുടെ ഭാര്യയാണെന്നറിയുമോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രമൊന്ന് വായിച്ചു നോക്കണം പെങ്ങള്. പഠിച്ചവര്, ആ റഹ്മത്ത് ബീബി ആരെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തു. ലോകത്ത് ഒരു മനുഷ്യനും കൊടുക്കാത്ത ഒരു രോഗമാണ് അല്ലാഹു കൊടുത്തത്. റബ്ബേ, ശരീരം മുഴുവനും ഇങ്ങനെ പൊട്ടി ഒലിക്കുകയാണ്. വല്ലാത്ത ദുർഗന്ധമാണ്. പടച്ചവനെ, അവസാനം ജനങ്ങൾ രോഗം പടരുമെന്ന് പറഞ്ഞിട്ട് അയ്യൂബ് നബി ആട്ടി ഓടിക്കുകയാ. 81 വർഷക്കാലം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് നാട്ടുകാരും കുടുംബക്കാരും ഒരു ജനത മുഴുവനും അയ്യൂബ് നബി ആട്ടി ഇറക്കുമ്പോ നടക്കാൻ കഴിയാതെ വേച്ച് വേച്ച് നടന്നു പോകുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം ഓടി വന്ന് കയ്യിൽ പിടിച്ചിട്ട് റഹ്മത്തെന്ന് പറയുന്ന ഭാര്യ അവിടെന്ന് പറഞ്ഞു, നബിയേ, അവസാനം വരെ ഞാൻ കൂടെയുണ്ട് നബിയേ. ആര് കൈയൊടിഞ്ഞാലും ഞാൻ കൂടെയുണ്ട് നബിയേ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല നടക്കുകയാ. പെങ്ങളെ, ഒരാളും അയ്യൂബ് നബിയുടെ അടുത്ത് വരുന്നില്ല. കാരണം വല്ലാത്ത ദുർഗന്ധമാണ്. നടക്കാൻ കഴിയുന്നില്ലോ. അയ്യൂബ് നബിയുടെ മാംസങ്ങൾ ഇങ്ങനെ ഇളകി താഴെ വീഴുകയാ. എല്ലുകൾ വെളിയിൽ കാണുകയാ. പടച്ചവനെ, റഹ്മത്ത് ബീബി ചെയ്തതെന്തെന്നറിയോ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മാംസങ്ങൾ ഇങ്ങനെ താഴെ വീഴുന്നത് കണ്ടപ്പോ അടുത്തു ചെന്നിട്ട് സഹിക്കാൻ കഴിയാതെ അവിടെന്ന് പറഞ്ഞു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ. നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. അല്ലാഹുവേ, എന്റെ രോഗമൊന്ന് ശിഫയാക്കി താ അല്ലാഹ് എന്ന് ദുആ ചെയ്താ അല്ലാഹു നിങ്ങളുടെ രോഗം മാറ്റിത്തരുമല്ലോ. നിങ്ങൾ എന്തേ ദുആ ചെയ്യാത്തത്? അതാ പറയുന്ന പെണ്ണേ, റഹ്മത്ത്, എനിക്ക് അല്ലാഹുവോട് പരാതി പറയാ മടിയാ. എനിക്ക് അല്ലാഹുവോട് പരാതി പറയാ മടിയാ. ഞാൻ ഒരിക്കലും അല്ലാഹുവിനോട് ദുആ ചെയ്യില്ല. എന്നെ നോക്കി നോക്കി മടുത്തെങ്കിൽ നീ നിന്റെ വഴി നോക്കാ റഹ്മത്ത് ബീവിയോട് പറഞ്ഞു കൊടുക്കുമ്പോ, പെങ്ങളെ, ഒരു ഉമ്മതന്റെ കുഞ്ഞിനെ ചുമക്കുന്നത് 9.5 മാസമാ. കൂടിപ്പോയാൽ 10 മാസമാണ്. എങ്കിൽ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ രോഗം പിടിച്ച് എല്ലും തോലുമായ അയ്യൂബ് നബിയെ ചുമന്നത് എത്ര കൊല്ലമാണെന്നറിയോ? അയ്യൂബ് നബിക്ക് നടക്കാൻ കഴിയില്ല. അയ്യൂബ് നബിയെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ റഹ്മത്ത് ബീബി എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട സ്വാലിഹത്തായ ഭാര്യയുണ്ടല്ലോ, 18 കൊല്ലം ചുമന്നു.
കളഞ്ഞിട്ട് പോയില്ല, മറന്നിട്ട് പോയില്ല. 18 വർഷക്കാലം അയ്യൂബ് നബിയെ ചുമന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പടന്നയിലെ ഉമ്മമാര് ഭർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കു പെങ്ങള്. റഹ്മത്ത് ബീവിയുടെ ചരിത്രം നിനക്കൊരു പാഠമാകട്ടെ. രണ്ടാമതൊരു പെണ്ണിനെ പറയുന്നുണ്ട്. അല്ലാ, ഏത് പെണ്ണെന്നറിയോ? റസൂലുള്ളാഹിന് 11 ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ ഒരു ഭാര്യയുടെ പേര് പറഞ്ഞ റസൂലുള്ള കരയുമായിരുന്നു പെങ്ങള്. ഏത് ഭാര്യയുടെ പേരെന്നറിയോ? മഹ്ദി ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേര് പറഞ്ഞു പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുമായിരുന്നു. കാരണം വല്ലാത്ത സ്നേഹമായിരുന്നു. എന്തു പറഞ്ഞാലും ഖദീജ, എന്തു പറഞ്ഞാലും ഖദീജ തന്റെ മറ്റുള്ള ഭാര്യമാരോട് പറയുമായിരുന്നു, എന്റെ ഖദീജയെ പോലെയാകണം. എന്റെ ഖദീജ എങ്ങനെയായിരുന്നു? എപ്പോഴും ഖദീജാനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ മഹ്ദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അവിടുന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് ചോദിച്ചു, നബിയേ, ഈ കിളവിയോട് ഇത്ര സ്നേഹമെന്തേ നബിയേ? തന്റെ ഭാര്യ കിളവി എന്ന് വിളിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ, പ്രവാചകനിരുന്ന് കരയുകയാ. അത്രയ്ക്കും സ്നേഹമായിരുന്നു ഉമ്മ. അതിന്റെ കാരണം എന്തെന്നറിയുവോ? അതിന്റെ കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനെ നാട് കടത്തുമ്പോ, ഊര് വിലക്കുമ്പോ ഖുറൈശികൾ അല്ലാഹുവിന്റെ റസൂലിലേക്ക് തന്റെ കുടുംബത്തെയും മാട്ടിയിറക്കുമ്പോ ആരും സഹകരിക്കാനോ സഹായിക്കാനോ പാടില്ല എന്ന് ഖുറൈശികൾ അവിടെ നിന്ന് പ്രഖ്യാപിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഖദീജ, മക്കളെയും കൂട്ടി നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ. അതിന്റെ കാരണം എന്തെന്നറിയോ? ഖദീജ കോടീശ്വരിയായിരുന്നു. പട്ടിണി കിടന്നിട്ടില്ല, ദുരിതം അനുഭവിച്ചിട്ടില്ല. ദുഃഖവും ദുരിതവും എന്താണെന്നറിയില്ല. അതുകൊണ്ട് നീ കുറച്ചു നാള് നിന്റെ മക്കളെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ഖദീജ എന്ന ഭാര്യ പറഞ്ഞതെന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്നെ ഒഴിവാക്കല്ലേ നബിയേ, അങ്ങയുടെ ചാരത്ത് നിന്ന് പറഞ്ഞു വിടല്ലേ നബിയേ. മരിക്കാനാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ, പട്ടിണിയാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ. മരണസമയം വരെ, എന്റെ അവസാന നിമിഷം വരെ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരുവില് ചെന്നിട്ട് പച്ചില പറിച്ചു തിന്ന പെണ്ണാണ് ഖദീജ. കീറിക്കടക്കാൻ കൂരയില്ലാതെ കെട്ടിയതിന്റെ അകത്ത് കിടന്ന് ജീവിച്ചവളാണ് ഖദീജ. മക്കളെ പോറ്റിയവളാണ് ഖദീജ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചവളാണ് ഖദീജ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, നീ റോൾ മോഡലാക്കേണ്ടത് ഖദീജ ബീവിയോ? ആ ഖദീജ ബീവിയുടെ ചരിത്രം വായിച്ചു നോക്കണം പെങ്ങള്. കൊതി തോന്നും മോള്, കൊതി തോന്നും മോള്. അതുകൊണ്ട് പടന്നയിലുള്ള ഭാര്യ ഭർത്താക്കന്മാരോട് നിങ്ങൾ എങ്ങനെയാകണമെന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാ പോവുകയോ? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ
ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, നബിയേ ഖദീജ ബീവി എവിടെ നബിയേ? ഖദീജ ബീവി എവിടെ നബിയേ? എന്തേ ജിബ്രീല് എന്റെ ഖദീജാനെ തിരയുന്നത് എന്താണ്? യാ റസൂലല്ലാഹ്, ഖദീജ വരുമ്പോ ഒരു സന്തോഷ വാർത്ത പറയണം നബിയേ. എന്താണ് സന്തോഷ വാർത്ത എന്നറിയുമോ? യാ റസൂലല്ലാഹ്, ഖദീജയ്ക്ക് സ്വർഗ്ഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരമുണ്ട് നബിയേ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സ്വർഗ്ഗത്തിൽ ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മുത്തിന്റെ കൊട്ടാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? പടന്നയിലെ ഉമ്മമാരെ, ഖദീജ ബീവിക്ക് സ്വർഗ്ഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരം കിട്ടാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹ് 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി ജീവിച്ചു. 25 വർഷം അള്ളാന്റെ റസൂല് വിവാഹം കഴിച്ചത് 25ാമത്തെ വയസ്സില്. തന്റെ ഭാര്യയുടെ വയസ്സ് 40 വയസ്സായിരുന്നു. 40 വയസ്സുള്ള ഖദീജ ബീവിയാണ് 25കാരനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിച്ചത്. അവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചത് 25 കൊല്ലമാണ്. എന്തിനാ അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കൊടുത്തതെന്നറിയുമോ? അതും വെറും കൊട്ടാരമല്ല, സ്വർഗ്ഗത്തിന്റെ ഒരു ഭാഗത്ത് അല്ലാഹുവേ ഒരു മുത്തു കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അല്ലാഹു കൊടുത്തു. എന്തിനാ? പടന്നയിലെ പെങ്ങളെ, ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്താത്തതിനാ. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും പ്രവാചകന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല മഹദി ഖദീജ. അതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, 25 കൊല്ലം രണ്ടുപേരും ജീവിച്ചു. 65 വയസ്സായി. 65 വയസ്സായി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ കുളിച്ചൊരുങ്ങിയിട്ട് പുതുവസ്ത്രം ധരിച്ചിട്ട് 65 വയസ്സുള്ള ഉമ്മ കാത്തിരിക്കുകയാ. ഭർത്താവിന്റെ മണിയറയിൽ നിന്ന് മാറിക്കിടക്കുന്ന പടന്നയിലെ ഉമ്മയ്ക്കത് മനസ്സിലാകൂല. 65 വയസ്സുള്ള പടുവൃത്തയായ അല്ലാഹുവേ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ കുളിച്ചുരങ്ങിയിട്ട് പുതുവസ്ത്രം ധരിച്ചിട്ട് റസൂലുള്ളാഹിനെ കാത്തിരിക്കുകയാണ്. അതാ ലോകത്തിന്റെ നേതാവ് കടന്നു വന്നു, കഴിക്കാ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അവസാനം പ്രവാചകന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാ. എന്തേ ഖദീജ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നത്? എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്തൊരു പ്രകാശമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച്, 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖദീജ? അവസാനം എന്റെ പ്രിയപ്പെട്ട പടന്നയിലെ ഉമ്മ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട്, നബിയേ 25 കൊല്ലമായി ഞാൻ അങ്ങയുടെ കൂടെ ജീവിക്കുന്നുണ്ട്. അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഈ 25 വർഷത്തിന്റെ ഇടയിൽ എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. എനിക്ക് പോകാ സമയമായി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് പൊരുത്തം ചോദിക്കുമ്പോ റസൂലുള്ളാഹ് കരയുകയാ. കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റസൂലുള്ളാഹ് തേങ്ങി തേങ്ങി കരയുകയാണ്. ഖദീജ പോവുകയാണോ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണോ? എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ.
പറയാനൊരു കുറ്റമില്ല, പറയാനൊരു ന്യൂനതയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയോ, ഈ 25 വർഷത്തിന്റെ ഇടയില് നിന്നെ കുറിച്ച് നല്ലതല്ലാതെ ഒന്നും പറയാനില്ല ഖദീജ. പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ കെട്ടിപ്പിടിക്കുകയാ. അവിടുന്ന് ചുടുചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകന്റെ ചെവിയിൽ ചോദിച്ചു, നബിയേ, എന്റെ ഭർത്താവാണല്ലോ, ഞാൻ പോവുകയാണ് നബിയേ. എനിക്കൊരു 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിച്ചു, ഖദീജ, നിന്റെ ആഗ്രഹം എന്താണ് ഖദീജ? നിന്റെ ആഗ്രഹം എന്താണ് ഖദീജ? യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. ഒരു ഭാര്യയുടെ അഭിലാഷമോ, ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് വസിയത്ത് ചെയ്യുകയാ, ഞാൻ മരിച്ചാ നിങ്ങൾ വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. 2, യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് പൊതിയേണ്ടത് നിങ്ങളാണ്. ആ മയ്യത്ത് പൊതിയുന്ന സമയത്ത് അങ്ങ് ധരിക്കുന്ന പുതപ്പുണ്ടല്ലോ, അങ്ങ് പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ, എന്റെ കഫൻ തുണിക്കകത്ത് വെക്കണേ നബിയേ. 3ാമത്തെ അഭിലാഷം എന്തെന്നറിയോ? 6 അടി മണ്ണിന്റെ അകത്തേക്ക് എന്നെ ഇറക്കി വെക്കേണ്ടത് നിങ്ങളുടെ കൈ കൊണ്ടാണ്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാ. പെങ്ങളെ, ലോകത്തോട് ഖദീജ യാത്ര പറഞ്ഞു. മയ്യത്ത് കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനോ, അവിടുത്തെ ജനാസ കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനോ. കഫൻ പുതിയ സമയമായപ്പോ എപ്പോഴും ധരിക്കുന്ന പുതപ്പെടുത്തിട്ട് ചുംബനം കൊടുത്തിട്ട് ഖദീജ ബീവിയെ കഫൻ പൊതിയുകയോ. അവസാനം നമസ്കാരം കഴിഞ്ഞു. 6 അടി മണ്ണിന്റെ അകത്ത് ജനാസ ഇറക്കി വെക്കുമ്പോ തന്റെ ഭാര്യയുടെ ജനാസ കൈകൊണ്ട് വാങ്ങി ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അതാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ അകത്തിരുന്നിട്ട് പ്രവാചകനെ കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, പടന്നയിലെ ഉമ്മമാര്, നീ ഖദീജയെ പോലെ ആകണോ, നീ ഖദീജയെ പോലെ ആകണോ, നീ റഹ്മത്ത് ബീവിയെ പോലെ ആകണോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഓരോ രാത്രി കിടക്കുമ്പോഴും നിന്റെ ഭാര്യയോട് പൊരുത്തം ചോദിക്കാതെ കിടക്കല്ലേ. കാരണം ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. അതുകൊണ്ട് പെങ്ങളോ, കുടുംബജീവിതത്തിലെ സമാധാനം വേണോ, സന്തോഷം വേണോ, ആനന്ദമുള്ള ഒരു ജീവിതം വേണോ, പരസ്പരം മനസ്സിലാക്കി അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി ജീവിക്കു പെങ്ങള്. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ഓരോ രാത്രി കിടക്കുമ്പോഴും നീ നിന്റെ ഭാര്യയോട് പൊരുത്തം ചോദിക്കണം. പെങ്ങളെ, ഓരോ രാത്രി നീ നിന്റെ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കണേക്കാ. നിങ്ങളുടെ മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ എന്ന് ചോദിച്ചിട്ട് നീ കിടക്കാവൂ. കാരണം രാവിലെ എഴുന്നേക്കുമെന്ന് ഉറപ്പില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു, നബിയേ, 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും തന്റെ ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഖദീജ ബീബി. നീ ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളൊന്ന് ചിന്തിക്ക്. ഭർത്താവിന്റെ മുന്നിൽ നീ എന്തൊക്കെ സംസാരിക്കണ പോയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പുറത്തുരുമാറാകട്ടെ, അള്ളാഹു പുറത്തുരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷം നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി. അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുത്തു. ഒരു പാവപ്പെട്ട കുടുംബത്തിന് സാധാരണ വഅദിനാ നടത്തുന്നത്. പക്ഷെ വഅദൊന്ന് പിന്തിക്കേണ്ടി വന്നപ്പോ ഉസ്താദെ 6 ലക്ഷം രൂപ കടം വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിയാതെ ഈ ഹിദായത്തിന്റെ മക്കള് ഒരു പാവപ്പെട്ട കുടുംബത്തിന് മനോഹരമായി വിടും.
അത് കണ്ടവരൊക്കെ പറഞ്ഞു മനോഹരം. അത് കണ്ടവരൊക്കെ പറഞ്ഞു എനിക്കും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വർഗ്ഗം, നമ്മുടെ ഖബർ അല്ലാഹു മനോഹരമാക്കി തരുമാറാകട്ടെ. 6 ലക്ഷം രൂപ കടമുണ്ട്. ഇത് നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവരുടെ കയ്യിൽ നിന്നെങ്കിലും കൊടുത്തിട്ട് അത് വീടും. എന്റെ പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഒരു വീട് സമ്മാനിച്ചു. അൽഹംദുലില്ലാഹ്. 6 ലക്ഷം രൂപ കടത്തിൽ നിൽക്കുമ്പോഴും ഹിദായത്തിന്റെ മക്കൾ നിങ്ങളുടെ മുന്നിലേക്ക് അവരുടെ ഉമ്മയ്ക്കോ അവരുടെ വാപ്പയ്ക്കോ അവരുടെ ഭാര്യമാർക്കോ കൂടപ്പുറപ്പുകൾക്കോ വേണ്ടിയല്ല, കഷ്ടപ്പെട്ട ഈ നാട്ടിലെ ഒരു പാപത്തിനൊരു കൂര വെച്ചു കൊടുത്തതിന്റെ കടം വീട്ടാൻ ഉസ്താദെ എന്തെങ്കിലും കിട്ടുമെങ്കിലും ഒന്ന് വാങ്ങിത്തരുക എന്നവർ പറഞ്ഞിട്ടുണ്ട്. നിർബന്ധിത പിരിവിനും അവർ നിർബന്ധിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊരു സദഖ ചോദിക്കുകയാ. തരുന്നവർക്ക് തരാം, തരാതിരിക്കുന്നവർക്ക് തരാതിരിക്കാം. പെങ്ങളെ, നിന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണം നീ ഊരികെട്ടി പാവപ്പെട്ട പെണ്ണിന് വെച്ചുകൊടുത്ത വീടിന്റെ കടം വീട്ടിക്കൊടുത്ത അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. നിനക്ക് ഞാൻ അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ചരിത്രം കേട്ടിട്ട് നീ തീരുമാനിക്ക്, ഊരി കൊടുക്കണോ വേണ്ടേ? നിന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണ്ണമോതിരം ഊരി കൊടുത്ത ആ പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി വെച്ചുകൊടുത്ത വീടിന്റെ കടം വീട്ടുമെങ്കിൽ അള്ളാഹു നിനക്ക് തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, നീ മരിക്കുന്ന സമയം സ്വർഗം കണ്ടട്ടെ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അള്ളാഹുവേ, ഈ പാവപ്പെട്ട സഹോദരിക്ക് വെച്ചുകൊടുത്തത് ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ട് 6 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാനുണ്ട്. ഉസ്താദെ, ഞങ്ങളുമുണ്ട്. ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഇൻഷാ അല്ലാഹ് ഇത്തിരി താമസിച്ചാണെങ്കിലും ഞങ്ങളൊരു സദഖ തരാമെന്ന് നിയ്യത്ത് ചെയ്യുന്ന നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം, നിങ്ങൾ മരിക്കുന്ന സമയം ഇതിന്റെ പ്രതിഫലം കണ്ടട്ടെ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടന്നയിലെ പെങ്ങന്മാരെ, പ്രായമുള്ള ഉമ്മമാരുടെ ശരീരത്ത് വരെ ഒരുപാട് സ്വർണമുണ്ട്. സ്വർണമിടാത്ത ഒരു പെണ്ണ് പോലുമില്ല. ശൈത്താനെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, കൊടുക്കല്ലേ കൊടുക്കല്ലേ, എങ്കിൽ അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. അല്ലാഹു കൊടുത്ത ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, മരിക്കുന്ന സമയം നിനക്ക് സ്വർഗം കണ്ടിട്ട് മരണവേദന അറിയാതെ മരിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരണത്തിന് വല്ലാത്ത വേദനയല്ലേ വാപ്പാ, മരണത്തിന് വല്ലാത്ത വേദനയല്ലേ പെങ്ങള്, വേദനയുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹു തന്നെയാ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്താകുന്നതിന്റെ തലേ ദിവസം തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ ദീർഘവും സദഖ കൊടുത്ത പ്രവാചകരാ. പടയെങ്കിൽ പോലും പടയമായിരുന്നു. 1 രൂപ പോലും തന്റെ കയ്യിലില്ലായിരുന്നു. വള്ളതമ സദഖ കൊടുത്ത പ്രവാചകന് മരണസമയത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അസ്റായിലേ, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല, ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്റായീൽ. പെങ്ങളെ, മലമൂത്ര വിസർജനം നടത്തിയിട്ട് നിനക്ക് മരിക്കാൻ പറ്റുമോ? മൃഗങ്ങൾ കിടന്ന് വലിക്കുന്നത് പോലെ വലിച്ചു വലിച്ചു മരിക്കാൻ പറ്റുമോ? ഇല്ല പൊന്നുമോളെ. കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി കാണുന്നവർ മുഴുവനും പേടിക്കുന്ന രീതിയിൽ കറുത്തിരുണ്ട് നിന്റെ മുഖമങ്ങ് മാറുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? പെങ്ങളെ, റസൂലുള്ള പറയുകയാ, മരിക്കുന്ന സമയത്ത് നീ കൊടുക്കുന്നതിന്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് കാണിച്ചു തരും. ആ സ്വർഗം കണ്ടട്ടെ മരിക്കൂ, ആ സ്വർഗം കണ്ടട്ടെ മരിക്കൂ. ഹിദായത്തിന്റെ മക്കളെ, നിങ്ങളെ നാട്ടുകാരെ കളിയാക്കട്ടെ, എന്ത് അപവാദം പറയട്ടെ, തകരല്ലേടാ ചെറുപ്പക്കാരാ, തകരല്ലേടാ ചെറുപ്പക്കാരാ. ഇതാ പടന്നകിട പള്ളികട മിനാരത്തിൽ ഒരു ദിവസം നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയും. പടന്നക്കാര് മുഴുവനും നിന്നെ കാണാൻ വരും. വെള്ളത്തുണിക്കകത്ത് കുളിപ്പിച്ച് വീടിന്റെ അകത്ത് പുതച്ച് കിടത്തിയിരിക്കുന്ന നിന്റെ മയ്യത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, പടച്ച റബ്ബേ, എല്ലാരും പോകുന്നുണ്ടല്ലോ, എല്ലാരും പോകുന്നുണ്ടല്ലോ, ഞാൻ പോയില്ലെങ്കിൽ നാട്ടുകാർ എന്തെങ്കിലും കരുതുമല്ലോ എന്ന് കരുതിയിട്ട് നിന്റെ പച്ചയിറച്ചി തിന്നവനും കാണാൻ വരുമടാ ചെറുപ്പക്കാരാ. വെള്ളത്തുണി
പടികയുടെ മുകളിൽ ഇങ്ങനെ കിടക്കുമ്പോ വരി വരിയായി നിന്നിട്ട് നിന്റെ വീടിന്റെ അകത്ത് കടന്നു വന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ നിന്റെ മുഖത്തെ പ്രകാശം കണ്ടിട്ട് നിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടിട്ട് അവൻ പോലും നിന്നെ കുറിച്ച് മോശമായി പറഞ്ഞ നാവ് കൊണ്ട് അവൻ പോലും ദുആ ചെയ്യുമല്ലാ, എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ അല്ലാ. എന്തൊരു ചിരിയാ തമ്പുരാനെ, എന്തൊരു പ്രകാശമാ തമ്പുരാനെ. മോനെ, മരിച്ചു കിടക്കുമ്പോ ചിരിക്കാൻ കഴിയുമടാ പൊന്നു ചെറുപ്പക്കാരാ. അതുകൊണ്ട് പതറല്ലേ, തോറ്റു കൊടുക്കല്ലേ, പരാജയപ്പെട്ടു കൊടുക്കല്ലേ. പൊന്നു മോനെ, എന്ത് സംഭവിച്ചാലും അള്ളാന്റെ സഹായം നിങ്ങൾക്കുണ്ട്. റബ്ബ് കൈവിടൂല നിങ്ങള്. 12 വർഷക്കാലം നിങ്ങൾക്ക് ഇങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നത് നിങ്ങളുടെ കൂടെ പടച്ച റബ്ബുള്ളത് കൊണ്ടാ. എത്രയോ പാവപ്പെട്ടവരുടെ ദുആ ഉള്ളത് കൊണ്ടാ, എത്രയോ കുടുംബത്തിന്റെ പ്രാർത്ഥനയുള്ളത് കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് കിടക്കാ. രണ്ടാമത്തെ പ്രതിഫലം കേട്ടോ, എന്തിനാടി കയ്യിൽ കിടക്കുന്ന സ്വർണ്ണമൂരികെട്ട് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കാ. നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ, എഴുന്നേക്കുമ്മ ഇരുന്ന് കേക്കല്ലേ. ഈ ചരിത്രം നീ എഴുന്നേറ്റ് നിന്ന് കേൾക്കേണ്ട ചരിത്രമോ, നിന്നെ പോലെ ജീവിച്ച ഒരു പെണ്ണിന്റെ ചരിത്രമോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു. ഖദീജ ബീവിയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു. 3 കെട്ടുകളും അടിച്ചു മാറ്റി. റബ്ബേ, പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര് ഖദീജ ബീവിയുടെ കഫം തുണിയുടെ മുകളിലേക്ക് വീഴുന്നുണ്ട്. 25 കൊല്ലം താങ്ങും തണലുമായി നിന്നവളാണല്ലോ ഖദീജ. ചെറുപ്പക്കാരാ, മയ്യത്തിന്റെ കബളിന്റെ താഴെ ഒരു പിടി മണ്ണ് വാരിയിട്ട് നമ്മൾ വെക്കുമല്ലോ. പാപ്പാന്റെ കബളിന്റെ താഴെ വെച്ചില്ലേ, ഉമ്മയുടെ കബളിന്റെ താഴെ വെച്ചില്ലേ, കൂടപ്പറപ്പിന്റെ കബളിന്റെ താഴെ വെച്ചില്ലേ. ഏത് മയ്യത്ത് കൊണ്ട് കബറിന്റെ അകത്ത് വെച്ചാൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് കബളിന്റെ താഴെ വെക്കുമല്ലോ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കബളിന്റെ താഴെ ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് തലയങ്ങ് തിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കബളില് മണ്ണ് തൊടുന്നില്ല. ഖദീജ ബീവിയുടെ കബളിലെ മണ്ണ് തൊടുന്നില്ല. പ്രവാചകൻ രണ്ടാമതും വെച്ച് തൊടുന്നില്ല, മൂന്നാമതും വെച്ച് തൊടുന്നില്ല. കാരണം എന്തെന്നറിയാതെ പ്രവാചകൻ അത്ഭുതത്തോടെ നിൽക്കുമ്പോ അതാ വരുന്നു മുക്കല്ലബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം പറന്നിറങ്ങുകയാണ്. യാ റസൂലല്ലാഹ്, മണ്ണ് തൊടൂല നബിയേ, ഖദീജാന മണ്ണ് തൊടൂല നബിയേ. കാരണം എന്തേ ജിബ്രീല്? എന്റെ ഭാര്യ മണ്ണ് തൊടാത്തതിന്റെ കാര്യം എന്താ? യാ റസൂലല്ലാഹ്, ഒരുപാട് പണമുള്ളവളായിരുന്നു ഖദീജ, കോടീശ്വരന്റെ മകളായിരുന്നു ഖദീജ. എല്ലാ പാവങ്ങൾക്ക് കൊടുത്തവളാ, എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തവളാ. ഖദീജ സദക്ക ചെയ്യുന്നവളായിരുന്നു, ഖദീജ ബീബി സദക്ക കൊടുക്കുന്നവളായിരുന്നു. അതുകൊണ്ട് മണ്ണ് തിന്നൂല നബിയേ. ചരിത്രം പറഞ്ഞു തരുമ്പോ പടന്നയിലെ ഉമ്മമാര്, പടന്നയിലെ പെങ്ങന്മാര്, പടന്ന പള്ളിയുടെ കബർസാറിൽ നിന്നെ കൊണ്ട് കബറടക്കുമ്പോ മണ്ണ് തിന്നാതെ പുഴുത്ത് അളിയാതെ കബറിന്റെ അകത്ത് കിടക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹ്,
ഖദീജ ബീബി കടന്നതുപോലെ ഖബറിന്റെ അകത്ത് കിടക്കടോ. മനസ്സറിഞ്ഞുകൊണ്ടൊരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടിയാ, അവര് കിടക്കുന്ന വീടിന്റെ കടമൊന്ന് വീട്ടുന്നതിന് വേണ്ടിയോ അല്ലാഹ് ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല തമ്പുരാര്. തരുമോ എന്നെനിക്കറിയില്ല റഹ്മാനെ, തരുമോ എന്നെനിക്കറിയില്ല റഹ്മാന്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദക്ക കൊടുക്കുന്നു, മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ലോകത്തിന്റെ നേതാവിനെ ഒന്ന് സ്വപ്നം കാണാ ഭാഗ്യം കൊടുക്കണേ അല്ലാ, ഭാഗ്യം കൊടുക്കണേ അല്ലാ.